റഷ്യക്കെതിരെ സകല മാർഗങ്ങളും എടുത്തു തളർന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പിടിച്ചു നിൽക്കാനായി വീണ്ടും പുതിയ തന്ത്രങ്ങൾ മെനയുന്ന കാഴ്ചയാണിപ്പോൾ ലോകം കാണുന്നത്. റഷ്യക്കെതിരെ ആക്രമണം നടത്താൻ യുക്രൈനിലെ സ്കൂളുകളെയാണിപ്പോൾ സെലൻസ്കി കൂട്ടുപിടിച്ചിരിക്കുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഡ്രോണുകൾ നിർമ്മിക്കാനാണ് യുക്രൈന്റെ തീരുമാനം. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്കൂൾ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ കേന്ദ്രങ്ങൾ ഉടനീളം ആയുധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആയുധങ്ങളും ഡ്രോണുകളും നിർമ്മിക്കാനാണ് സെലൻസ്കി ഉത്തരവിട്ടിരിക്കുന്നത്. യുക്രൈന്റെ സൈന്യത്തിനായുള്ള ധനസമാഹരണത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് അലക്സി പൊലോൺചുക്. ഇലക്ട്രോണിക് യുദ്ധോപകരണങ്ങളിൽ വൈദഗ്ധ്യമുള്ള ഒരു പ്രതിരോധ കമ്പനിയുടെ ഉടമയാണ് ഇദ്ദേഹം. അലക്സി NGOയുടെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് യുക്രൈനിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് യുക്രൈനിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ഡ്രോൺ നിർമ്മിക്കാനുള്ള പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി സ്കൂളുകളിലെ പാഠ്യപദ്ധതിയിൽ ഡ്രോണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്ന് അലക്സി സെലൻസ്കി ഭരണകൂടത്തെ പരിഹസിക്കുന്നുണ്ട്. യുക്രൈനിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളാണെന്ന് കാണിക്കുന്ന സ്ഥിരീകരിക്കാത്ത ചിത്രങ്ങൾ ഓൺലൈനിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് അലക്സിയുടെ ഈ പരാമർശം. ജനവാസ കേന്ദ്രങ്ങളിലും സ്കൂളുകളിലും തയ്യാറാക്കുന്ന ഡ്രോണുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ച് അത് ഭൂഗർഭ നിലവറകളിൽ സൂക്ഷിച്ചു വയ്ക്കും. റഷ്യൻ ദീർഘദൂര ആക്രമണങ്ങളിൽ നിന്ന് ഡ്രോൺ നിർമ്മാണം സംരക്ഷിക്കുന്നതിനായാണ് യുക്രൈൻ ഭരണകൂടം ഇത്തരത്തിലുള്ള പ്രവൃത്തിക്ക് മുതിർന്നതെന്നാണ് അലക്സി വെളിപ്പെടുത്തുന്നത്. എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ആവശ്യങ്ങൾ ഉയരുന്നത്. എന്തിന്, യുക്രൈൻ സൈന്യം പോലും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. കാരണം ഇനിയും യുദ്ധം തുടർന്നിട്ട് കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു. റഷ്യൻ സൈന്യത്തോട് പിടിച്ചു നിൽക്കാനുള്ള അംഗബലം പോലും യുക്രൈൻ സൈന്യത്തിനില്ല. അവശേഷിക്കുന്ന സേനാംഗങ്ങളുടെ കൂടി മരണത്തിന് മാത്രമേ യുദ്ധം വഴിതെളിക്കുകയുള്ളൂ. മാത്രമല്ല, യുദ്ധങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് യുക്രൈനിലെ സാധാരണക്കാരെയാണ്. മാനസികമായും ശാരീരികമായും യുദ്ധം ഒരു ജനതയെ തന്നെ തകർക്കുമ്പോൾ വളർന്നുവരുന്ന തലമുറയെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് സെലൻസ്കി ശ്രമിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ആക്രമണങ്ങളുടെയും ശത്രുതയുടെയും പാഠം പഠിപ്പിക്കുന്ന സെലൻസ്കി ഒരിക്കലും ഒരു നല്ല ഭരണാധികാരിയാകുന്നില്ല. മറിച്ച് രാജ്യത്തിനും രാജ്യത്തെ ജനങ്ങൾക്കും കഷ്ടതകൾ മാത്രം സമ്മാനിച്ച് തോൽവികൾ മാത്രമാണ് ഏറ്റുവാങ്ങുന്നത്. ഇതിനിടയിൽ റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇടപെടൽ നടത്തുകയാണ്. റഷ്യയുമായുള്ള പോരാട്ടത്തിലൂടെ യുക്രൈൻ നശിപ്പിക്കപ്പെടുകയാണെന്നും ചർച്ചകളിലൂടെ സംഘർഷം വേഗത്തിൽ പരിഹരിക്കപ്പെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയായിരുന്ന ബ്ലിങ്കന്റെ നിർദ്ദേശങ്ങളാണ് യുദ്ധം ഇത്രയധികം തീവ്രമാക്കിയത്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചർച്ചകളിലൂടെയും മറ്റും യുദ്ധം അവസാനിപ്പിക്കാൻ ബ്ലിങ്കൻ ഉൾപ്പെടുന്ന അമേരിക്കൻ നേതൃത്വത്തിന് കഴിയുമായിരുന്നു. എന്നാൽ അവർ അത് ആഗ്രഹിച്ചില്ല. റഷ്യയ്ക്ക് നേരെ ആക്രമണം നടത്താനുള്ള ഒരു മാർഗമായി അവർ യുക്രൈനെ ഉപയോഗിച്ചു. ബൈഡന് പിരികേറ്റിവിട്ട് യുക്രൈന് വേണ്ട യുദ്ധസഹായങ്ങൾ നൽകാൻ ബ്ലിങ്കൻ മുന്നിൽ നിന്നു. എന്നാൽ അന്ന് യുക്രൈനെ പിന്തുണച്ചവരാരും ഇന്നില്ല. യുദ്ധം ആളിക്കത്തിച്ചവരാരും യുദ്ധത്തിൻ്റെ ചൂടറിയുന്നില്ല. സകലതും വെന്ത് ചാരമാകുന്നത് യുക്രൈന് മാത്രമാണ്. ഇപ്പോഴും യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം ആളിക്കത്തിക്കാനാണ് രാജ്യങ്ങൾ ശ്രമിക്കുന്നത്. പക്ഷേ യുക്രൈൻ ഏതാണ്ട് പൂർണ്ണമായും തളർന്നു കഴിഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് വ്ളാഡിമിർ സെലൻസ്കിയും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നടത്തുന്ന പരിശ്രമങ്ങളെല്ലാം റഷ്യൻ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ പെടാപ്പാടാണ്. എന്തു തന്നെയായാലും ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും സമാധാനത്തിൻ്റെ വഴി കാണിക്കുന്നതിന് പകരം യുദ്ധത്തിൻ്റെയും ആക്രമണങ്ങളുടെയും പാഠങ്ങൾ പകർന്നു നൽകുന്നതിനെ ഒരു രീതിയിലും ന്യായീകരിക്കാനാകുന്നതല്ല.